dear students, welcome back to our channel. Today let's start our section. The rational number equivalent to recurring decimal 0.547. അതായത് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്നത് ഏതാ 0.547 എന്നുള്ള ഒരു റിക്കറിംഗ് ഡെസിമൽ തന്നിട്ടുണ്ട്. അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പർ കണ്ടെത്താനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിക്കറിംഗ് ഡെസിമലിനെ ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലെറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0.547 എന്ന റിക്കറിംഗ് ഡെസിമൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7ന്റെ മുകളിൽ നോക്കിയേ ഒരു ഡോട്ട് തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? പീരീഡ് ഓഫ് ദ റിക്കറിംഗ് ഡെസിമലിന്റെ പീരീഡ് ആണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഈ ഡെസിമലിൽ 7 എന്ന നമ്പർ മാത്രമാണ് എന്തായി പോകുന്നത്? റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0.54777 എക്സെട്ര. അതായത് ഈ ഡെസിമലില് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഏതാ? ഈ 7 എന്ന ഡിജിറ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 2 ഡിജിറ്റ്സ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് എഴുതാം? മൾട്ടിപ്ലൈഡ് ബൈ 100 ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് ബോത്ത് സൈഡ്സ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100x ഈക്വൽ ടു 0.547 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 54.7 ഡോട്ട്. അതായത് ഇവിടെ വീണ്ടും എന്താണ്? 54.7777 എക്സെട്ര. 7 എന്ന നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതെന്താണ്? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്താണ്? 100. ഫസ്റ്റ് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നെക്സ്റ്റ് പവർ ഏതായിരിക്കും? 1000. മൾട്ടിപ്ലൈഡ് ബൈ 1000 ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയാലും റൈറ്റ് ഹാൻഡ് സൈഡ് ആയാലും നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ദെൻ 1000 ഇൻറ്റു എക്സ് എന്താവും? 1000x ഈക്വൽ ടു ദെൻ 0.547 ഇനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 547.777 എക്സെട്ര. That is equation number 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു. ഇനി ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. Then subtract equation 1 from equation 2. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. That is 1000x minus 100x equal to then right hand side of 547.7 minus 54.7. ഞാൻ ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് 1000x minus 100x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 900x. അങ്ങനെയാണെങ്കിൽ 547.7ൽ നിന്ന് നമ്മൾ എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 54.7. ദാറ്റ് ഈസ് പോയിന്റ് കൊടുത്ത് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഏതാ? 7. ദെൻ ഇവിടെ 4 5. ദാറ്റ് ഈസ് 7 minus 7 0. ദെൻ പോയിന്റ് അതേപടി കൊടുത്തു. 7 minus 4 എന്ന് പറയുന്നത് എന്താ? 3. ദെൻ 4ൽ നിന്ന് 5 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ ബോറോയിങ് എടുക്കും. ദെൻ 14 minus 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 9. ദെൻ 5ന്റെ അവിടെ എന്താവും? 4. ദാറ്റ് ഈസ് 493. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എന്താ? 493/900. ഈ x എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്തിരിക്കുന്നത്? 0.547 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? x ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് x ആയിട്ട് x ഏതാണ്? 0.547 ഇനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത്? x equal to 493/900. Next question. Find the decimal representation of 1/11.
1/11 ഡെസിമൽ റിപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ എ പാർട്ടും ബി പാർട്ടും ആയിട്ടാണ് ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് എന്തുവാ? യൂസ് ദിസ് എബവ് റിസൾട്ട് ടു ഫൈൻഡ് 3/11 ആൻഡ് 7/11. നമ്മൾ ഡെസിമൽ റിപ്രസെന്റേഷൻ 1/11 ഡെസിമൽ റിപ്രസെന്റേഷൻ എന്താണ് കാണാനെന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതേ നമ്മൾ ആ ആൻസർ നമ്മൾ കിട്ടിയിട്ട് ആ ആൻസർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് എബോവ് റിസൾട്ട്, അതായത് എ പാർട്ടിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ബേസ് ചെയ്ത് വേണം നമ്മൾ 3/11 7/11 എന്ത് കണ്ടുപിടിക്കാൻ, ഡെസിമൽ റിപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, then a part 1/11 ഡെസിമൽ റിപ്രസെന്റേഷൻ 1/11 is equal to, അതായത് 1നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്, 11 കൊണ്ടല്ലേ. അപ്പോൾ 1നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഡിവിസിബിൾ ആണോ, അല്ലല്ലേ. നമുക്കറിയാം 1 എന്ന് പറയുന്നത് 11നെക്കാളും സ്മോളസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിവിസിബിൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ ആദ്യമേ എന്ത് കൊടുത്തു, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. നമ്മുടെ ക്വോഷ്യന്റിൽ എന്ത് കൊടുത്തു, ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തു. ദെൻ ഇവിടെ എന്ത് കൊടുത്തു, 10. ഇനി 10 എന്ന് പറയുന്നത് 11നെക്കാളും വലിയ നമ്പർ ആണോ, അല്ലല്ലേ. 10 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 11നെക്കാളും സ്മോളസ്റ്റ് ആയ നമ്പർ തന്നെയാണ്. സോ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 10നെ 11 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വോഷ്യന്റിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു 0 കൊടുത്തിട്ട് അതുപോലെ 10ന്റെ കൂടെ വീണ്ടും ഒരു 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എത്രയായിട്ട് കിട്ടി, 100. 100 എന്ന് പറയുന്നത് എന്തുവാ, 11നെക്കാളും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 100ൽ 11 എത്ര ടൈംസ് ആയിരിക്കും, 9 ടൈംസ്. 9 ടൈംസ് എന്ന് പറയുന്നത് 99. ബാലൻസ്, റിമൈനിങ് ബാലൻസ് എത്രയായിരിക്കും, 1. ദെൻ വീണ്ടും 1 ആണ് കിട്ടിയത്. 1 എന്ന് പറയുന്നത് 11ൽ വീണ്ടും ഡിവിസിബിൾ ആണോ, അല്ലല്ലേ. സോ നമ്മൾ എന്ത് കൊടുത്തു, ഒരു 10 എന്നുള്ള ഒരു നമ്പർ കൊടുത്തു, 10 ഇറക്കി. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, ദെൻ ഒരു 0, ദെൻ നെക്സ്റ്റ് ഒരു 0. അതായത് 100ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 11നെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ 100ലെ എത്ര ടൈംസ് തന്നെയാണ്, 9 ടൈംസ് അല്ലേ. അപ്പൊ എത്രയാ, 99. റിമൈനിങ് ബാലൻസ് വീണ്ടും എന്താണ്, 1. അപ്പൊ ഇവിടെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏത് തന്നെയാണ്, 0909. അത് തന്നെയാണ് ഇവിടുത്തെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ 1/11നെ നമുക്ക് എങ്ങനെ എഴുതാം, 0.09090909 എക്സെട്ര. അപ്പോ 0.090909 അങ്ങനെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി ഒരു നോൺ എൻഡിങ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. ദാറ്റ് ഈസ് ഇതെന്താണ്, 1/11നെ നമ്മൾ എന്തിലോട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്, ഡെസിമൽ റിപ്രസെന്റേഷനിൽ പറയുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം, 0.09 ബാർ. അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പീരീഡ് ഓഫ് ദ ഡെസിമൽ ഏതാണ്, 0.09. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നോൺ ടെർമിനേറ്റ് ഡെസിമൽ ആണ് അല്ലേ. ഇത് ടെർമിനേറ്റ് ഡെസിമൽ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്തനെ, ഇവിടെ നമ്മളെ ക്വോഷ്യന്റ് എവിടെയെങ്കിലും ചെന്ന് ഒരു എൻഡിങ് ഉണ്ടായനെ. പക്ഷെ ഇവിടെ എൻഡിങ് ഉണ്ടോ, ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് ഇതെന്താണ്, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്. ദെൻ ബി പാർട്ട്, നമ്മൾ എ പാർട്ടിൽ കിട്ടിയ റിസൾട്ട് യൂസ് ചെയ്താണ് ബി പാർട്ടിലെ ഡെസിമൽ റിപ്രസെന്റേഷൻ കണ്ടെത്താൻ. ദെൻ ബി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, 3/11. 3/11നെ നമുക്ക് എന്ത് ചെയ്യണം, ഡെസിമൽ റിപ്രസെന്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 3/11ൽ എനിക്ക് എങ്ങനെ എഴുതാം, 3 × 1/11 എന്ന് എഴുതിക്കൂടെ, ഇല്ലേ. 3 × 1/11 എന്ന് നമുക്ക് എഴുതാലോ. അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ദെൻ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ. 3 × 1 എന്ന് പറയുന്നത് എന്താണ്, 3. ദെൻ ഡിവൈഡഡ് ബൈ 11, ദാറ്റ് ഈസ് 3/11. 3/1/11. 3 × 1/11ന്റെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു അല്ലേ, 0.09 ബാർ എന്ന് കിട്ടിക്കഴിഞ്ഞു. 3 × 0.09 ബാർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത്, 3 × 0.09. ഇവിടെ 3 × 9 എത്രയെന്ന് നമുക്കറിയാം, 27 അല്ലേ. 3 × 9 എന്ന് പറയുന്നത് എന്താ,
27 എന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ എത്ര പോയിന്റ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ആണ്? 1 2. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2. അപ്പോൾ 1 2 ഡിജിറ്റ്സ് മാറി നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കൊടുക്കണം. സോ 0.27 bar. That is the answer of എന്താ 3/11. ഓക്കെ ആണല്ലോ. ഈ പാർട്ടിൽ നെക്സ്റ്റ് പറയുന്നത് ഏതാ ക്വസ്റ്റ്യൻ? 7/11. 7/11 നമുക്ക് 3/11 നമ്മൾ എങ്ങനെ എഴുതിയേ? 3 into 1/11. അങ്ങനെയാണെങ്കിൽ 7/11 നമുക്ക് എങ്ങനെ എഴുതാം? 7 into 1/11. That is 7 into 1/11 ആൻസർ നമുക്കറിയാം അല്ലേ? 0.09 bar. That is 7 into 9 എന്ന് പറയുന്നത് എന്താ? 7 into 9 എന്ന് പറയുന്നത് എന്താ? 63. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2. സോ 1 2 കഴിഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കാം. 0.63 bar. അപ്പോൾ 7/11 നമ്മൾ ഡെസിമൽ റിപ്രസെന്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാ? 0.63 bar. Without any actual division, the rational number is convertible into terminate decimal. അതായത് നമുക്ക് ആക്ച്വൽ ഡിവിഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? നമുക്കൊരു റാഷണൽ നമ്പർ തന്നിരുന്നാൽ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ടെർമിനൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താണ്? നമുക്ക് ടെർമിനേറ്റ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം അല്ലേ? എൻഡിങ് ഉള്ള, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? അവസാനിക്കും, എൻഡിങ് ഉണ്ട്. ദാറ്റ് ഈസ് ടെർമിനേറ്റ് ഡെസിമൽ. ദെൻ നമുക്ക് നൽകിയിട്ടുള്ള റാഷണൽ നമ്പറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്? ടെർമിനേറ്റ് ഡെസിമലിലോട്ട്. If the denominator of the rational number can be expressed as 2 raised to m into 5 raised to n. അതായത് ഡിനോമിനേറ്റർ പ്ലേസിലുള്ള റാഷണൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? 2 raised to 2ന്റെ പവർ എന്ന് പറയുന്നത് എന്താ? m into 5 raised to n. 5ന്റെ പവർ എന്ന് പറയുന്നത് എന്താ? n. ഇവിടുത്തെ എമ്മും എന്നും എന്ന് പറയുന്നത് ബോത്ത് ആർ ഓൾ നമ്പേഴ്സ്. എമ്മും എന്നും എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ആർ ഓൾ നമ്പേഴ്സ്. അതായത് 0 പോസിറ്റീവ് എല്ലാ നമ്പേഴ്സും അതിൽ ഉൾപ്പെടുന്നതാണ്. ബോത്ത് ആർ ഓൾ നമ്പേഴ്സ് ആണ്. ഓക്കെ, whether each of the following is a terminating decimal or not. അതായത് നമുക്ക് ഓരോ റാഷണൽ നമ്പേഴ്സ് നൽകും. ആ റാഷണൽ നമ്പേഴ്സ് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഡിവിഷൻ അല്ലാതെ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാ? നമുക്ക് നൽകിയിട്ടുള്ള റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്റർ പ്ലേസിനെ എന്ത് ചെയ്യുക? എക്സ്പ്രസ്ഡ് ആസ് 2 raised to m into 5 raised to n എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. സോ m and n എന്ന് പറയുന്നത് എന്താ? അവിടെ ബോത്ത് ആർ ഓൾ നമ്പേഴ്സ് ആയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17/50. 17/50 എന്ന റാഷണൽ നമ്പർ നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഡിനോമിനേറ്റർ പ്ലേസിലെ റാഷണൽ നമ്പർ ഏതാ? 50. 50നെ നമ്മൾ 2 raised to m into 5 raised to n എന്ന ഫോമിൽ വേണം എന്ത് ചെയ്യേണ്ടത്? എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 15 എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ 15 എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫാക്ടറൈസ് ചെയ്യാൻ. എങ്ങനെയാ? 50 എന്ന് പറയുന്നത് ഏത് നമ്പറിലായിരിക്കും ഡിവിസിബിൾ ആവുന്നത്? 50 എന്ന് പറയുന്നത് ആൽസോ 5 എന്ന നമ്പറിൽ ഡിവിസിബിൾ ആവും അല്ലേ? 5ൽ 5 എത്ര ടൈംസ്? 1 0 അതേപടി എഴുതുക. ദെൻ 10 എന്ന് പറയുന്നത് വീണ്ടും ഈസിലി നമുക്ക് 5ൽ തന്നെ ഡിവിസിബിൾ ചെയ്യാം. 10 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 5ൽ 2. ദെൻ 2 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 2 എന്ന് പറയുന്നത് 2ൽ മാത്രമേ നമുക്ക് ഇനി ഡിവിസിബിൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 1. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയപ്പോൾ എത്രയാ? 5 into 2 എന്നാണല്ലേ കിട്ടിയത്. Therefore 5 into 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5ന്റെ പവർ ആയിട്ട് എഴുതാം അല്ലെ?
5 into 5 നമുക്ക് എങ്ങനെ എഴുതാം? 5ന്റെ പവർ ആക്കുമ്പോൾ 5 raised to 2 then into 2 raised to 2ന്റെ പവർ എന്താ അവിടെ? 2 raised to 1 that is equal to നമ്മൾ ഇത് എന്ത് ഫോമിലാക്കി? 2 raised to m into 5 raised to n എന്ന ഫോമിലാക്കിയില്ലേ? നമുക്ക് ഇതിനെ 2 raised to 1 into 5 square ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിലി ആയിട്ട് മനസ്സിലാവും അല്ലേ? 2ന്റെ പവർ ഇവിടെ എന്തുവാ? 1 then 5ന്റെ പവർ ഇവിടെ എന്തുവാ? 2 സോ നമുക്ക് ആക്ച്വൽ ഡിവിഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഒരു റാഷണൽ നമ്പറിനെ എന്തിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി? 2 raised to m into 5 raised to n ൽ തന്നെയാണ് നമുക്ക് ഈ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ പ്ലേസ് ഡിനോമിനേറ്റർ പ്ലേസ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? Therefore, rational number 17/50 is a terminating decimal. Next question. 7/8. 7/8നെ ആക്ച്വൽ ഡിവിഷൻ ഇല്ലാതെ തന്നെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്? ടെർമിനേറ്റിംഗ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഡിനോമിനേറ്റർ പ്ലേസ് എന്ന് പറയുന്നത് ഏതാ? 8 ആണല്ലേ? ഇവിടുത്തെ ഡിനോമിനേറ്റർ പ്ലേസ് ഏതാ? 8. അങ്ങനെയാണെങ്കിൽ 8നെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. 8നെ ഏത് നമ്പറിലായിരിക്കും 8 നമുക്ക് ഡിവിസിബിൾ ആയി പോകുന്നത്? നമ്മൾ എപ്പോഴും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഏതൊരു നമ്പർ ഫാക്ടറൈസ് ചെയ്യാൻ തന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2, 3, 4, 5 അങ്ങനെ എക്സെട്ര. ദെൻ ഫസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ നമുക്ക് ഈ 8 എന്ന് പറയുന്നത് 2ൽ ഡിവിസിബിൾ ആകും അല്ലേ? ദെൻ 8ൽ 2 എത്ര ടൈംസ് ആണ്? 4. വീണ്ടും ഈ 4 എന്ന് പറയുന്നത് നമുക്ക് എഴുതി തന്നെ നോക്കാം. 2. 4ൽ 2 ടൈംസ്. വീണ്ടും ഈ 2 എന്ന് പറയുന്നത് എഴുതി തന്നെ 2ൽ തന്നെ 1 ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 8 നമ്മുടെ ഡിനോമിനേറ്റർ 8ന് നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്തു? 2 into 2 into 2. അതായത് ഇവിടെ 2ന്റെ പവർ എത്രയാ? 1, 2, 3 2 raised to 3 into ഇവിടെ 5ന്റെ പവർ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 raised to 0. എന്തെന്ന് എഴുതാം? 5 raised to 0. സോ അതായത് 5 raised to 0 എന്ന് പറയുന്നത് എന്താ? 1. അതായത് 5 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 5 raised to 0 എന്ന് പറയുന്നത് 1. That is ഇവിടെ എങ്ങനെ പറയാം? 2 raised to m into 5 raised to n ന് ഇത് ഈക്വൽ ആണ്. Therefore, rational number 7/8 is a terminating decimal എന്ന് നമുക്ക് പറയാം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ? 23/72. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ? 23/72. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ പ്ലേസ് ചെയ്താ 72 അല്ലേ? 72നെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഏതൊരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എൻഡിങ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. എൻഡിങ് നമ്പർ 2 ആവുമ്പോൾ നമുക്കറിയാം ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ ആണ്. സോ ഞാൻ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുവാണ്. 7ൽ 2 എത്ര ടൈംസ് ആണ്? 7 ഉണ്ടോ 2ല്? ഇല്ലല്ലേ? സോ 7ൽ 2 എന്ന് പറയുന്നത് 3 ടൈംസ് ആണ്. 3 ടൈംസ് എന്ന് പറയുന്നത് 6. 1 ആ 1 എന്ന് പറയുന്നത് 12 ആയിട്ട് ചേരുമ്പോൾ നമുക്ക് എന്താവും? 12 എന്ന് പറയുന്നത് 2ല് 6 ടൈംസ്. ദെൻ വീണ്ടും നമ്മുടെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് 6 ആണ്. എൻഡിങ് പോയിന്റ് 6 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2ൽ വരുന്നതാണ്. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? 2ൽ തന്നെ പോവാണ്. 2ൽ 3 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 1 ടൈംസ്. 1 റിമൈൻഡർ ഉണ്ട്. ആ 1 6 ആയിട്ട് ചേരുമ്പോൾ അതെന്തായി മാറും? 16. 16 2ൽ എത്ര ടൈംസ് ആയിരിക്കും? 8. ദെൻ വീണ്ടും 18. ഞാൻ വീണ്ടും ഏതിൽ തന്നെ നോക്കുവാണ്? 2ൽ തന്നെ 18 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 9. ദെൻ 9 എന്ന് പറയുന്നത് ഇനി ഏറ്റവും കുഞ്ഞ് സ്മോളസ്റ്റ് നമ്പർ ഏതിലായിരിക്കും ഡിവിസിബിൾ ആയി പോകുന്നത്? 3. ദെൻ 9 എന്ന് പറയുന്നത് 3ൽ എത്ര ടൈംസ് ആയിരിക്കും? 3. വീണ്ടും ഈ 3 എന്ന് പറയുന്നത് ഏതിലായിരിക്കും? 3. ദെൻ 1. നമുക്ക് 72 എന്ന് പറയുന്നത് 72 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്തത് 2 into 2 into 2 into 3 into 3.
ഇവിടെ 2ന്റെ പവേഴ്സ് എത്രയാ 2⁻3. then into 3യുടെ പവറോ 3 സ്ക്വയർ. ഇത് നമുക്ക് കിട്ടിയ ഫോം എന്ന് പറയുന്നത് 2m into 5n എന്നാണോ നമുക്ക് കിട്ടിയേ? അല്ലല്ലേ, ഇവിടെ 2 കിട്ടി, പക്ഷേ 5 നമുക്ക് കിട്ടിയോ? ഇല്ല. ആ സ്ഥാനത്ത് നമുക്ക് ഏതാ 3 എന്ന നമ്പർ ആണ് കിട്ടിയത്. അപ്പൊ ഇറ്റ്സ് നോട്ട് എ, ഇതെന്ന് പറയുന്നത് ഇസ് നോട്ട് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 2m into 5n. അപ്പൊ നമ്മൾ ഇതിനെ എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ 23/72 is not a terminating decimal. എങ്ങനെ പറയാം നമുക്ക്? റാഷണൽ നമ്പർ 23/72 is not a terminating decimal. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ? 23/125. 23/125 ആകുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ പ്ലേസ് ചെയ്താ 125 അല്ലേ? അപ്പോൾ നമുക്ക് 125നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 125നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. 125യുടെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? 5ലാ അല്ലേ? അതായത് ഇവിടുത്തെ വൺസ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാ? 5. അപ്പൊ നമുക്കറിയാം ഈ വൺസ് പ്ലേസ് 5 ആയി കഴിഞ്ഞാൽ അതെന്താണ്? 5 എന്ന നമ്പറിൽ തന്നെ ഡിവിസിബിൾ ആയി പോകുന്നതാണ്. then 5ൽ തന്നെ ഞാൻ നോക്കുകയാണ്. 12 5ൽ എത്ര ടൈംസ് ആയിരിക്കും? 2 ടൈംസ്. റിമൈൻഡർ 2. ആ 2 5 ആയിട്ട് ചേരുമ്പോൾ എന്തായി മാറും? 25. 25 എന്ന് പറയുന്നത് 5ലെ 5 ടൈംസ്. then 25 വീണ്ടും ഞാൻ എന്തിൽ നോക്കുകയാണ്? 5ൽ തന്നെയാണ്. 25 എന്ന് പറയുന്നത് 5ൽ എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. then next 5. then 5ൽ 5 എന്ന് പറയുന്നത് 5ൽ 5 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആണ്? 1 ടൈംസ്. നമുക്ക് ഇവിടെ കിട്ടിയ 125നെ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയത് എത്രക്കെയാ? 5 into 5. അതായത് 5 ക്യൂബ് എന്നാണ് കിട്ടിയല്ലേ? ഇവിടെ 5ന്റെ പവർ എത്രയാ? 3. then 5 ക്യൂബ് അല്ലെങ്കിൽ 5⁻3 എന്നും പറയാം. സോ ഇവിടെ 2ന്റെ പവർ എന്തായിരിക്കും? 2⁻0 ആയിരിക്കും. ദാറ്റ് ഈസ് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻0 into 5⁻3 is equal to 2m into 2n. അതായത് 23/125 എന്ന റാഷണൽ നമ്പറിനെ നമുക്ക് ആക്ച്വൽ ഡിവിഷൻ ഇല്ലാതെ തന്നെ നമുക്കൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണെന്ന് പറയാം അല്ലേ? ഓക്കെ. then next question 61/75. 61/75ന്റെ ഡിനോമിനേറ്റർ പ്ലേസ് ചെയ്താ 75 അല്ലേ? 61/75ന്റെ ഡിനോമിനേറ്റർ പ്ലേസ് 75. നമുക്കെങ്കിൽ 75നെ ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെയും വൺസ് പ്ലേസിൽ ആര് തന്നെയാ? 5. സോ ഞാൻ 5ൽ തന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. 5ൽ 7 എത്ര ടൈംസ് ആണ്? 1. then റിമൈൻഡർ 2. ആ 2 എന്ന് പറയുന്ന 5 ആയിട്ട് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25. 25 എന്ന് പറയുന്നത് എത്ര ടൈംസ്? 5. then വീണ്ടും എത്ര തന്നെയാണ്? നമുക്ക് 15 എന്ന് പറയുന്നത് ഏതിൽ തന്നെ ഡിവിസിബിൾ ആവും? 5. 15ൽ 5 എന്ന് പറയുന്നത് 3 ടൈംസ്. ഇനി ഈ 3 എന്ന് പറയുന്നത് ഏത് നമ്പറിൽ മാത്രമേ ഫാക്ടറൈസ് ആവത്തുള്ളൂ? 3. സോ 3ൽ 3 എത്ര ടൈംസ് ആണ്? 1 ടൈംസ് അല്ലേ? നമുക്ക് 75 എത്രയാ കിട്ടിയ ഫാക്ടറൈസ് ചെയ്തപ്പോൾ? 5 into 3. അപ്പോ എങ്ങനെയാ കിട്ടിയേ? 5ന്റെ പവേഴ്സ് ഇവിടെ എത്രയാ? 2. സോ 5 സ്ക്വയർ into 3യുടെ പവർ 1. 3⁻1. ഇത് 2m into 5n ഈക്വൽ ആണോ നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയത് ഏതാ? 5 സ്ക്വയർ into 3⁻1 എന്നാ കിട്ടിയത് അല്ലേ? ഇത് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 2m into 5n. therefore the rational number 61/75 is not a terminating decimal. നമുക്ക് 2m into 5n നമുക്ക് ഡിനോമിനേറ്റർ പ്ലേസ് ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയില്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? 61/75 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. നമുക്ക് നൽകിയ റാഷണൽ നമ്പർ എന്തല്ല? ടെർമിനേറ്റിംഗ് ഡെസിമൽ അല്ല. ഓക്കെ ആണല്ലോ? ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.